തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. 1 യോഹന്നാൻ 1 അധ്യായം 1 തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. പുറപ്പാട് 35 അധ്യായം. സാബത്ത് വിശ്രമം. മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം. കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുമുള്ളതുമായ സാബത്ത് ദിനം. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത്. കൂടാര നിർമ്മാണത്തിനുള്ള കാഴ്ചകൾ. ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു, ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന് കാണിക്ക കൊണ്ടുവരുവിൻ. ഉദാരമനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ. സ്വർണം, വെള്ളി, ഓട്, നീലം, ധ്രൂമം, കടുംചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം, കോലാട്ടിൻ രോമം, ഊറയ്ക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടി തോല്, കരവേലത്തടി, വിളക്കിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപനത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ, ഗോമേതക രത്നങ്ങൾ, എഫോദിനും ഉരസ്ത്രാണത്തിനുമുള്ള രത്നങ്ങൾ. നിങ്ങളിൽ ശില്പവൈദഗ്ധ്യമുള്ളവർ മുമ്പോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ. വിശുദ്ധ കൂടാരം, അതിൻ്റെ വിരികൾ, കൊടുത്തുകൾ, ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, പേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, തിരശീല, മേശ, അതിൻ്റെ തണ്ടുകൾ, ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, വിളക്കുകാൽ, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കുകൾ, എണ്ണ, ധൂപപീഠം, അതിൻ്റെ തണ്ടുകൾ, അഭിഷേക തൈലം, ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം, കൂടാരവാതിലിനു വേണ്ട യവനിക, ദഹനബലിപീഠം, ഓടുകൊണ്ടുള്ള അതിൻ്റെ ചട്ടക്കൂട്, തണ്ടുകൾ, മറ്റു ഉപകരണങ്ങൾ, ക്ഷാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ, അവയ്ക്കുള്ള തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, അങ്കണ കവാടത്തിൻ്റെ യവനിക, കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ, കയറുകൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ, പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവൻ്റെ പുത്രന്മാർക്കും അണിയാനുള്ള തിരുവിശുദ്ധ വസ്ത്രങ്ങൾ. ഇസ്രായേൽ സമൂഹം മോശയുടെ മുമ്പിൽ നിന്നും പിരിഞ്ഞുപോയി. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ഉദാരമനസ്കരായ സ്ത്രീപുരുഷന്മാർ കാഴ്ചകളുമായി വന്നു. അവർ സൂചി പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലീയങ്ങളും തോൾവളകളും എല്ലാത്തരം സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു. ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകളും നേർമയിൽ ചണത്തുണിയും കോലാട്ടും രോമവും ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലും നിലക്കരടിത്തോലും കൊണ്ടുവന്നു. വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു കർത്താവിന് കാഴ്ചവെച്ചു. ഏതെങ്കിലും പണിക്കുതകുന്ന കരവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു. കരവിരുതുള്ള സ്ത്രീകൾ നീലം, ധ്രൂമം, കടുംചുമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണത്തുണിയും കൊണ്ടുവന്നു. നൈപുണ്യവും സന്നദ്ധതയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുകളുണ്ടാക്കി. നേതാക്കന്മാർ എഫോദിനും ഉരസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും. വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു. കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീപുരുഷന്മാർ ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണ അനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വയമേധ കർത്താവിന് സമർപ്പിച്ചു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ
ഊറിയയുടെ മകൻ ബെസാലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യം നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാവിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു. കൊത്തുപണിക്കാരനോ രൂപസംവിധായനോ നീലം, ധ്രൂമം, കടുംചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതുതരം ജോലിയിൽ ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. പുറപ്പാട് 36 അധ്യായം. വിശുദ്ധ കൂടാരത്തിൻ്റെ നിർമ്മാണം. വിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മാണത്തിനായി ഏതു ജോലിയും ചെയ്യാൻ പോന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബെസാലേലും ഒഹോലിയാവും കരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം. ബെസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി. വിശുദ്ധ കൂടാരത്തിൻ്റെ പണിക്കു വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു. എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വയമേധ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ കൂടാരത്തിൻ്റെ വിവിധ തരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു. അവർ മോശയോട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്കാവശ്യമായതിൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു. ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു. വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നതിന് അവൻ നിയന്ത്രിച്ചു. എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു. പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ 10 വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി. അവ നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കെരൂബുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു. ഓരോ വിരിയുടെയും നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നൊന്നിനു യോജിപ്പിച്ചു. അതുപോലെ മറ്റ് 5 വിരികളും. ആദ്യഗണം വിരികളിൽ അവസാനത്തതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തതിൻ്റെ വക്കിലും. ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും 50 വളയങ്ങൾ വീതമുണ്ടാക്കി ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത്. 50 സ്വർണ്ണക്കൊളുത്തുകളുണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു. അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു. കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ 11 വിരികളുണ്ടാക്കി. ഓരോ വിരിയുടെയും നീളം 30 മുഴവും വീതി 4 മുഴവുമായിരുന്നു. 11 വിരികൾക്കും ഒരേ അളവ് തന്നെ. അവർ 5 വിരികൾ ഒന്നൊന്നിനോട് തുന്നിച്ചേർത്തു. അതുപോലെ മറ്റേ 6 വിരികളും. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പുകളിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടിയോജിപ്പിക്കാൻ ഓടുകൊണ്ട് 50 കൊളുത്തുകളുമുണ്ടാക്കി. കൂടാരത്തിന് ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് ഒരാവരണവും അതിനു മീതെ നിലക്കരടി തോലുകൊണ്ട് വേറൊരു ആവരണവും നിർമ്മിച്ചു. കൂടാരത്തിന് കരവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളും ഉണ്ടാക്കി. ഓരോ പലകയുടെയും നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ 2 കുടുമകൾ ഉണ്ടായിരുന്നു. എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്കുവശത്ത് 20 പലകകൾ,
20 പലകകളുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ. ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് 1 വീതം 2 പാദകുടങ്ങൾ. കൂടാരത്തിൻ്റെ വടക്കുവശത്ത് അവർ 20 പലകകളുണ്ടാക്കി. ഓരോ പലകൾക്കുമിടയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 40 പാദകുടങ്ങളും ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് 6 പലകകളുണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകളും. അവയുടെ ചുവടുകൾ അകത്തെയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചു നിർത്തി. ഇരുമൂലകളിലുമുള്ള 2 പലകൾക്കും ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകകളും ഒരു പലകയുടെ അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകകൾക്ക് 5 അഴികൾ, മറുവശത്തുള്ള പലകകൾക്കും 5 അഴികൾ. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്കും 5 അഴികൾ. നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ച് തിരശ്ശീലയുണ്ടാക്കി. കെരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു. അവർ കരവേലത്തടി കൊണ്ട് 4 തൂണുകളുണ്ടാക്കി. സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകുടങ്ങളും പണിതു. നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണത്തുണി ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനിക ഉണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടും കൊണ്ടും നിർമ്മിച്ചു. പുറപ്പാട് 37-ാം അധ്യായം. സാക്ഷ്യപേടകം. ബെസാലേൽ കരവേലത്തടി കൊണ്ട് പേടകമുണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴമായിരുന്നു. വീതിയും ഉയരവും 1.5 മുഴം വീതവും. തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു. 4 സ്വർണ്ണവളയങ്ങളുണ്ടാക്കി 4 മൂലകളിൽ ഘടിപ്പിച്ചു. ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം. അവൻ കരവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിൻ്റെ 2 അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിട് കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിച്ചു. 2 അഗ്രങ്ങളിലും 1 വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. കരവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും നിർമ്മിച്ചു. അവൻ 4 സ്വർണ്ണവളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ 4 കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു. ഈ തണ്ടുകൾ അവൻ കരവേലത്തടികളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, പാനീയബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി. അതിൻ്റെ അടിത്തട്ട്, തണ്ട്, ചഷകങ്ങൾ, മുകുളങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ്ണ തകിടിലാണ് പണിതത്. വിളക്കുകാലിന് ഓരോ വശത്തും 3 വീതം 2 വശങ്ങളിലായി 6 ശാഖകളും ഉണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ 6 ശാഖകളിൽ ഓരോന്നും ബദാം പൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ 3 ചഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ
ബദാം ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ 4 ചഷകങ്ങൾ ഉണ്ടായിരുന്നു. വിളക്കുകാലിൽ നിന്നും പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു. മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു. എല്ലാ തനി സ്വർണ്ണ തകിടും കൊണ്ട് പണിതതായിരുന്നു. അവൻ അതിൻ്റെ 7 വിളക്കുകളും തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും 1 താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. ധൂപപീഠം. കരവേലത്തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു. ഉയരം 2 മുഴം. അതിൻ്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു. തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു. അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം സ്വർണ്ണവളയങ്ങൾ ഘടിപ്പിച്ചു. കരവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു. പുറപ്പാട് 38-ാം അധ്യായം. ദഹനബലിപീഠം. ബെസാലേൽ കരവേലത്തടി കൊണ്ട് ദഹനബലിപീഠം നിർമ്മിച്ചു. അത് 5 മുഴം നീളവും വീതിയിലുമുള്ള സമചതുരമായിരുന്നു. അതിൻ്റെ ഉയരം 3 മുഴവും. അതിൻ്റെ 4 മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിൻ്റെ മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു. തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിൻ്റെ 4 മൂലകളിൽ 4 വളയങ്ങൾ ഘടിപ്പിച്ചു. അവൻ കരവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. ബലിപീഠം പലകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിൻ്റെ അകം പൊള്ളയായിരുന്നു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും നിർമ്മിച്ചു. കൂടാര അങ്കണം. അവൻ അങ്കണവും നിർമ്മിച്ചു. അതിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും 100 മുഴം നീളവുമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വടക്കുവശത്തെ മറ 100 മുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. കിഴക്കുവശത്ത് 50 മുഴം. അങ്കണ കവാടത്തിൻ്റെ ഒരു വശത്തെ മറകൾക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണ കവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ 15 മുഴം നീളത്തിൽ മറയും അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടും ഉള്ളതായിരുന്നു. അവയുടെ ശീർഷങ്ങൾ വെള്ളി കൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്കണ തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും ഉണ്ടായിരുന്നു. അങ്കണവാതിലിൻ്റെ യവനിക നീലം, ധ്രൂമം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു.
അത് അങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 4 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷകങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു. കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു. ഉപയോഗിച്ച ലോഹം. സാക്ഷികൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത്. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത്. യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രൻ ഊറിയുടെ മകനായ ബെസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു. ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പകത്തിനും നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ 29 താലന്തും 730 ഷെക്കലുമാകുന്നു. ജനസംഖ്യാ കണക്കിൽ ഉൾപ്പെട്ടവരിൽ നിന്നും ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 100 താലന്തും 1775 ഷെക്കലുമാകുന്നു. ജനസംഖ്യാ കണക്കിൽ ഉൾപ്പെട്ടവർ 20 വയസ്സും അതിന്മേലും പ്രായമുള്ളവർ ആളൊന്നിന് 1 ബെക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 1/2 ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ സംഖ്യ 6,3550 ആയിരുന്നു. വിശുദ്ധ കൂടാരത്തിനും തിരശ്ശീലയ്ക്കും വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് പാദകുടം ഒന്നിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷകങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കയായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കലുമാണ്. അവരതുപയോഗിച്ച് സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാര അങ്കണത്തിന് ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണ കവാടത്തിൻ്റെ പാദകുടങ്ങളും കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ കുറ്റികളും നിർമ്മിച്ചു. പുറപ്പാട് 39-ാം അധ്യായം. പുരോഹിത വസ്ത്രങ്ങൾ. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കു വേണ്ടി നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. അഹ്റോനു വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളുമുണ്ടാക്കി. നീലം, ധ്രുവം, കടുംചുവപ്പ്, സ്വർണവും എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ച് അവർ എഫോദുണ്ടാക്കി. അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കിച്ചേർത്തു. എഫോദിന് തോൾവാറുകളുണ്ടാക്കി അതിൻ്റെ 2 അറ്റങ്ങളിലും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണവും നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത്. ചെത്തിയൊരുക്കിയ വൈഡൂര്യക്കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി. കല്ലുകൾ സ്വർണ്ണ തകിടുകളിൽ പതിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ എഫോദിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു. അവർ എഫോദിൻ്റേതുപോലെയുള്ള ചിത്രപ്പണികളോടുകൂടിയ ഉരസ്ത്രാണവും നിർമ്മിച്ചു. സ്വർണ്ണ നൂലുകൾ, നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. ഉരസ്ത്രാണം സമചതുരത്തിൽ 2 മടക്കുള്ളതായിരുന്നു. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയുമുണ്ടായിരുന്നു. അതിന്മേൽ അവർ 4 നിര രത്നങ്ങൾ പതിച്ചു. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം.
രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം അലങ്കാരപ്പണി ചെയ്ത സ്വർണ്ണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത്. ഇസ്രായേലിൻ്റെ 12 പുത്രന്മാരുടെ പേരുകളനുസരിച്ച് 12 രത്നങ്ങളുണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു. അവർ ഉരസ്ത്രാണത്തിന് വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു. 2 സ്വർണ്ണത്തകിടുകളും 2 സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി വളയങ്ങൾ ഉരസ്ത്രാണത്തിൻ്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിച്ചു. 2 സ്വർണ്ണ തുടലുകൾ ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി. സ്വർണ്ണത്തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ്ണത്തകിടിൽ ഘടിപ്പിച്ച് എഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ തോൾവാറുകളിൽ ബന്ധിച്ചു. 2 സ്വർണ്ണവളയങ്ങൾ ഉണ്ടാക്കി അവ ഉരസ്ത്രാണത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു. 2 സ്വർണ്ണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം എഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്നും ഇളകിപ്പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിച്ചു. എഫോദിൻ്റെ നിലയങ്കി നീല നിറത്തിൽ നെയ്തെടുത്തു. തല കടത്താൻ അതിൻ്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിനു ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു. നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും നീലം, ധ്രൂമം, കടും ചുവപ്പ് എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതള നാരകങ്ങൾ തുന്നിച്ചേർത്തു. അവർ തനി സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും മാതള നാരകങ്ങളുടെ ഇടയിൽ ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളുമ്പിനു ചുറ്റും ഒന്നിടവിട്ട് മണികളും മാതള നാരകങ്ങളും ഉണ്ടായിരുന്നു. അവർ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു. നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരട് കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം, ധ്രൂമം, കടും ചുവപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്രത്തൈലിൽ അരപ്പട്ടയുണ്ടാക്കി. വിശുദ്ധ കിരീടത്തിൻ്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിൻ്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീല ചരട് പിടിപ്പിച്ചു. ഇങ്ങനെ സമാഗമ കൂടാരത്തിൻ്റെ പണികളെല്ലാം അവസാനിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ കൂടാരം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൊളുത്തുകൾ, പലകകൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിരി, നിലക്കരടി തോലുകൊണ്ടുള്ള വിരി, തിരശ്ശീല, സാക്ഷ്യപേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ, അതിൻ്റെ ദീപനിര, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണ്ണ ബലിപീഠം, അഭിഷേക തൈലം, പരിമള ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കൂടാര വാതിലിൻ്റെ യവനിക, ഓടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങൾ, ക്ഷാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തിൻ്റെ മറകൾ, തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിൻ്റെ യവനിക, കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്ക് അണിയേണ്ട വസ്ത്രങ്ങൾ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. മോശ അവരെ അനുഗ്രഹിച്ചു.
പുറപ്പാട് 40-ാം അധ്യായം. കൂടാര പ്രതിഷ്ഠ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, 1-ാം മാസത്തിൻ്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് മുമ്പിൽ നീ ദഹനബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക, അവ വിശുദ്ധമാകും. ദഹനബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക, ബലിപീഠം അതിവിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതനെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗഭാഗികളാക്കും. മോശ അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിൻ്റെ പാദകുടങ്ങളിൽ ഉറപ്പിച്ചു. പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി, വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശ്ശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിൻ്റെ വടക്കുവശത്തായി യവനയ്ക്കു വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുമ്പിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിൻ്റെ തെക്കുവശത്ത് വിളക്കുകൾ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിൻ്റെ മുമ്പിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുമ്പിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിൻ്റെ വാതിക്കൽ തിരശ്ശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോൻ്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളനകർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണ കവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. കർത്താവിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്നും ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്.
മേഘം ഉയർന്നില്ലെങ്കിൽ അതിനുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.